അപ്പോൾ നമ്മുടെ തേർഡ് മൊഡ്യൂളായിട്ടുള്ള അനൽസ് ബ്രോഡൽ അതുപോലെ തന്നെ മാർക്ക് ബ്ലോക്ക് അതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള ഹിസ്റ്ററി ഫ്രം ബിലോ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടു നോക്കുക. ഇനി അതിൽ വരുന്നൊരു സംഭവമാണ് ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഇത് കൊണ്ടുവന്നത് നമ്മുടെ E.P. തോംസനാണ്. അപ്പോൾ ഹിസ്റ്ററി ഫ്രം ബിലോ E.P. തോംസൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് എന്താണ് ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പഠിക്കാം. The study of history from below came up as a revolt against the existing method of historical writing from the above. അതായത് സാധാരണ ഹിസ്റ്ററി എഴുതുന്നത് എന്താ പറയുക, രാജാവിൻ്റെ പെർസ്പെക്റ്റീവിലാണ്. നമ്മളിത് വീണ്ടും വീണ്ടും പറയുകയാണ്. ആക്ച്വലി അനൽസ് ഹിസ്റ്ററീൻ്റെ മെയിൻ എയിം തന്നെ അതാണ്. കോമൺ പീപ്പിളിനെ ബേസ് ചെയ്തിട്ട് ഹിസ്റ്ററി എഴുതുക എന്നാണ്. അപ്പോൾ ആ ഒരു സാധാരണ ഒരു സമൂഹത്തിൽ നമ്മളിപ്പോൾ ഒരു ഹൈറാർക്കി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ആൾക്കാരെക്കുറിച്ച് മാത്രമാണ് ഹിസ്റ്ററി എഴുതുക. അതാണ് എക്സിസ്റ്റിംഗ് മെത്തേഡ് എന്നാണ് റൈറ്റിംഗ് ഹിസ്റ്ററി ഫ്രം എബോ. അതിൽ നിന്നൊരു മാറ്റമാണ് ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് ആദ്യം എഴുതണം. എക്സാമിനൊക്കെ ചോദിച്ചാൽ വാട്ട് ഈസ് ഹിസ്റ്ററി ഫ്രം ബിലോ. അപ്പോൾ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഫ്രം ബിലോ കേം അപ്പ് ആസ് എ റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ എക്സിസ്റ്റിംഗ് മെത്തേഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ഫ്രം ദ എബോ. അതിൽ നിന്ന് എതിരെ വന്ന ഒരു സംഭവമാണ് ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറയുന്നത്. ഇനി ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത് അത് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇറ്റ് ഡെവലപ്ഡ് ഇൻ ടു റൈഗ്രസ് മെത്തേഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് ഇൻ 1970s. അപ്പോൾ 1970കളിലാണ് ഇതിൻ്റെ ഏറ്റവും ശക്തിയോടെ ഇത് വന്നത്. 1970കളിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അജണ്ട എന്താ നോക്കാം. അപ്പോൾ ഇതിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ഡി ഇലൈറ്റൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. അതായത് ഇപ്പോൾ നമ്മൾ ഇലൈ ക്ലാസ്സസിനെ കുറിച്ച് വലിയ ക്ലാസ്സസിലുള്ളവരെ കുറിച്ച് മാത്രമാണ് ഹിസ്റ്ററി ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി ഡി ഇലൈറ്റൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് നിന്നൊരു മാറ്റം വരുത്തുക എന്നതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ അജണ്ട ആരും മറക്കരുത്. ഇനി നമുക്ക് ഇതാരാണ് തുടങ്ങി വെച്ച് നോക്കാം. ഇത് എന്താണ് പഠിച്ചു, എപ്പോഴാണ് തുടങ്ങിയെന്ന് വെച്ച് പഠിച്ചു, ഇതിൻ്റെ ലക്ഷ്യം എന്താണ് പഠിച്ചു. ഇനി ഓഫ് കോഴ്സ് ഇനി ആരാണ് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഒരു എസ്സേ ഒക്കെ എഴുതുമ്പോൾ എന്ത് പോയിൻറ്റ്സാണ് ഞാൻ ആഡ് ചെയ്യേണ്ടതെന്ന് എങ്ങനെ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ആര്, എന്ത്, എവിടെ, എപ്പോൾ, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കുക. അപ്പോൾ അതാണ് നമ്മളൊരു എസ്സേ ഒക്കെ എഴുതുമ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ആരാ തുടങ്ങിയത് നമുക്ക് എഴുതാം. A section of the historians all over the world declared that existing historical works were written only few individuals who belong to the upper strata of the society. അപ്പോൾ ഒരു സെക്ഷൻ ഓഫ് ഹിസ്റ്റോറിയൻസിന് മനസ്സിലായി, ലോകത്തിലുള്ള കുറച്ച് ഹിസ്റ്റോറിയൻസിന് മനസ്സിലായി ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഹിസ്റ്റോറിക്കൽ വർക്ക്സും ഒരു കുറച്ചൊന്ന് അപ്പർ സെക്ഷനിൽ കാസ്റ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേര് ഹിസ്റ്ററി എഴുതുന്നുള്ളൂ. ആ ചരിത്രം എഴുതുന്നവരുടെ എണ്ണവും വളരെ കുറവാണ്, എഴുതപ്പെടുന്നവരുടെ എണ്ണവും വളരെ കുറവാണ്. ആ എഴുതുന്നതും വെറും അപ്പർ സ്ട്രാറ്റയിലുള്ളവർ മാത്രമേ എഴുതുന്നുള്ളൂ എന്നതാണ് ഒരു സെക്ഷൻ ഓഫ് ഹിസ്റ്റോറിയൻസിന് തോന്നിയത്. ആൻഡ് മെജോറിറ്റി ആർഗ്യൂ ദ കോമൺ പീപ്പിൾ റിമെയിൻ ഹിസ്റ്ററിലെസ്. അതായത് ഭൂരിഭാഗം പേര് എന്താണ് ആർഗ്യൂ ചെയ്തത്, സാധാരണക്കാർക്ക് ചരിത്രം ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. The general attitude of men in power and historians was that common people has no place in history. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. അതായത് കോമൺ പീപ്പിളിന് ചരിത്രത്തിലൊരു സാന്നിധ്യമല്ല എന്ന് ആര് പറയുന്നു, പവറിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ചരിത്രകാരന്മാരും എന്ത് ചെയ്യുന്നു, വാദിക്കുന്നുണ്ട്. ഓക്കെ, സോ ദേ ഡിമാൻഡഡ് ദ ഇൻക്ലൂഷൻ ഓഫ് ദി ലീവ്ഡ് എക്സ്പീരിയൻസസ് ഓഫ് ദ മെജോറിറ്റി ഇൻ ഹിസ്റ്ററി. അതായത് ഈ കോമൺ പീപ്പിളാണ് ഏറ്റവും കൂടുതലുണ്ടാവുക. അപ്പോൾ അവർ ജീവിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തണം. അവരുടെ ചരിത്രം, അവരാണ് കൂടുതലുള്ളത്. അപ്പോൾ ഓഫ് കോഴ്സ് അവരുടെ ചരിത്രം വേണം. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റ്സൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക. ആര് കൊണ്ടുവന്നു, എപ്പോൾ കൊണ്ടുവന്നു, ഏതൊരു സമയത്താണ് ഈ ഐഡിയ വന്നത്. അതായത് ഒരുപാട് ആളുകൾക്ക് ഹിസ്റ്റോറിയൻസിന് തോന്നി കോമൺ പീപ്പിളിൻ്റെ ചരിത്രം എഴുതിപ്പെടുന്നില്ല, ഓൺലി അപ്പർ സ്ട്രാറ്റേനെ മാത്രമേ എഴുതുന്നുള്ളൂ. മെജോറിറ്റി ആർഗ്യൂഡ് ദാറ്റ് കോമൺ പീപ്പിൾ റിമെയിൻ ഹിസ്റ്ററിലെസ്. അപ്പോൾ ദ ജനറൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മെൻ ഇൻ പവർ ആൻഡ് ഹിസ്റ്റോറിയൻസ് ദാറ്റ് കോമൺ പീപ്പിൾ ഹാസ് നോ പ്ലേസ് ഇൻ ഹിസ്റ്ററി. അവരെന്തിന് ഡിമാൻഡ് ചെയ്തു, ഇൻക്ലൂഷൻ ഓഫ് ദ ലീവ്ഡ് എക്സ്പീരിയൻസ് ഓഫ് ദ മെജോറിറ്റി ഇൻ ഹിസ്റ്ററി. ഇനി നമ്മുടെ ഹിസ്റ്ററി ഫ്രം ബിലോയ്ക്ക് പല പേരുകളുണ്ട്. ഒന്ന് പീപ്പിൾസ് ഹിസ്റ്ററി, ഹിസ്റ്ററി ഓഫ് ദ ക്രൗഡ്, ഹിസ്റ്ററി ഓഫ് ദ ഒപ്രസ്ഡ്, ഹിസ്റ്ററി ഓഫ് ദ ഹിസ്റ്ററിലെസ്, ഗ്രാസ് റൂട്ട് ഹിസ്റ്ററി, വിമൻസ് ഹിസ്റ്ററി, സബാൾട്ടൈൻ ഹിസ്റ്ററി, അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെട്ടു. സാധാരണക്കാരുടെ ഹിസ്റ്ററി, ജനങ്ങളുടെ ഹിസ്റ്ററി, പിന്നെന്താണ് അടിച്ചമർത്തപ്പെട്ടവരുടെ ഹിസ്റ്ററി, അതാണ് ഹിസ്റ്ററി ഓഫ് ഒപ്രസ്ഡ്, ഹിസ്റ്ററി ഓഫ് ദി ഹിസ്റ്ററിലെസ് ആൻഡ് ഗ്രാസ് റൂട്ട് ഹിസ്റ്ററി. ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി ആൻ ഏർണസ്റ്റ് അറ്റംപ്റ്റ് ടു ഇൻക്ലൂഡ് ദ ഹിസ്റ്ററി ഓഫ് ദ കോമൺ പീപ്പിൾ. അതായത് സാധാരണ ജനങ്ങളുടെ ചരിത്രം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഓക്കെ, ഇനി നമുക്ക് ജീൻ ചസ്നീക്സ് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ തൻ്റെ എസ്സേയിൽ പറഞ്ഞത് എന്താ നോക്കാം. അദ്ദേഹത്തിൻ്റെ എസ്സേൻ്റെ പേരാണ് വാട്ട് ഈസ് ഹിസ്റ്ററി ഫോർ. അതിൽ അദ്ദേഹം എന്താണ് വാദിച്ചത് നോക്കാം.
Such ideals as intellectualism, objectivism, and professionalism are only accepts of elitist rhetoric and called for dynamic relationship with the past by transforming the reactionary cult of the past. അതായത് നമ്മുടെ ഈ ഇൻ്റലക്ച്വലിസം, അതുപോലെ തന്നെ ഒബ്ജക്റ്റിവിസം, വസ്തുനിഷ്ഠത, പ്രൊഫഷണലിസം, ഇതൊക്കെ എന്താണ്, ഒരു ഇലിറ്റിസ്റ്റിക് റെറ്റോറിക്കാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ചലനാത്മക ബന്ധം പാസ്റ്റുമായിട്ട് വേണം എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ജീൻ ചെസ്നക്സ് പറഞ്ഞു. അദ്ദേഹം the call to give up the all too familiar from the top to down approach and explore the immense possibilities of history from below was taken by several other historians all over the world. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്യുന്നു, നമ്മളെപ്പോഴും ടോപ്പിൽ നിന്ന് ബിലോയിലോട്ടാണ് പഠിക്കുന്നത് അല്ലേ, ഏറ്റവും മേലെയുള്ളവരെ കുറിച്ചാണ് എപ്പോഴും എന്ത് ചെയ്യുക, ആദ്യം പഠിക്കുക. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, താഴെ തട്ടിലുള്ളവരെ കുറിച്ച് പഠിക്കണം. അതിനെക്കുറിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കണം എന്നാണ് ആര് പറയുന്നത്, ജെൻ ചെസ്നക്സ് പറയുന്നത്. ഓക്കെ, വാസ് ടേക്കൺ അപ്പ് ബൈ സെവറൽ അതർ ഹിസ്റ്റോറിയൻസ് ഓൾ ഓവർ ദ വേൾഡ്. പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടെത്തിക്കാൻ ഒരുപാട് പേര് സഹായിച്ചു. അതായത് in England, E.P. Thompson and others, Albert Sobel and others in France, the annal historians follow the pattern of history from below. അപ്പോൾ ഹിസ്റ്ററി ഫ്രം ബിലോ പിന്നെ അതിന് ഒരു പൂർണ്ണതയിലെത്തിക്കാൻ ഇംഗ്ലണ്ടിൽ E.P. തോംസണും ആളുകളും സംഘവും, അതുപോലെ തന്നെ ഫ്രാൻസിൽ ആൽബർട്ട് സോബലും സംഘവും, പിന്നെ അനൽ ഹിസ്റ്റോറിയൻസ് എല്ലാം എന്താണ്, ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറഞ്ഞൊരു പാറ്റേൺ കൊണ്ടുവന്നു. The concept of subaltern perspective introduced by Gramsci was taken up by several historians to enrich the literature of the study of history from below. പിന്നെ നമ്മൾ പറഞ്ഞു, ഗ്രാംഷി എന്ന് പറഞ്ഞ ഒരാളാണ് സബാൾട്ടേൺ എന്ന് പറഞ്ഞൊരു വേർഡ് കോയിൻ ചെയ്തത്. അതായത് സബാൾട്ടേൺ എന്ന് വെച്ചാൽ കോമൺ പീപ്പിളിനെ കുറിച്ച് പഠിക്കുന്ന ഹിസ്റ്ററി, ട്രൈബൽ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുന്ന ഹിസ്റ്ററി. അപ്പോൾ ഈ ഒരു വേർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഏറ്റെടുത്ത് പല ലിറ്ററേച്ചറിലും അത് ഉപയോഗിച്ച് അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തൊരു വാക്കായിരുന്നു. അപ്പോൾ ജീൻ ചെസ്നക്സ് പറയുന്നത് നമ്മളെപ്പോഴും യു ഹാവ് ടു എക്സ്പ്ലോർ ദി ഇമ്മൻസ് പോസിബിലിറ്റീസ് ഓഫ് സ്റ്റഡിങ് ഹിസ്റ്ററി ഫ്രം ബിലോ. അതായത് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ താഴെത്തട്ടിൽ നിന്ന് പഠിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അത് നമ്മൾ കണ്ടെത്തണം. പിന്നെ ഈ ഒരു ഹിസ്റ്ററി ഫ്രം ബിലോനെ വളർത്താൻ വേണ്ടി E.P. തോംസണും ആൽബർട്ട് സോബിളും അതുപോലെ തന്നെ അനൽസ് ഹിസ്റ്റോറിയൻസും എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഗ്രാംഷി കൊണ്ടുവന്ന സബാൾട്ടേൺ ടേം. അപ്പോൾ ഇതാണ് ഈ ഒരു പാരഗ്രാഫിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹിസ്റ്ററി ഫ്രം ബിലോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ പറയാം. ഒന്ന് E.P. തോംസൺ, അയാളാണ് ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് ഓർക്കുക. പിന്നെ ഗ്രാംഷി, അത് നമ്മളിപ്പോൾ പഠിച്ചു, ഹി കോയിൻ ദ ടേം സബാൾട്ടൺ. പിന്നെ ആൽബർട്ട് സോബിൾ, അതും നമ്മൾ പഠിച്ചു. അതായത് ഫ്രാൻസിൽ അയാളും അയാളുടെ സംഘം ഒക്കെ കൂടിയിട്ടാണ് ഹിസ്റ്ററി ഫ്രം ബിലോ അത്രയും പ്രൊമോട്ട് ചെയ്തത്. പിന്നെ ജീൻ ചെസ്നക്സ് നമ്മൾ പഠിച്ചു, അദ്ദേഹമാണ് വാട്ട് ഈസ് ഹിസ്റ്ററി ഫോർ എന്ന എസ്സേ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ഫ്രാൻഡസ് ഫെനോണിനെ കുറിച്ച് പഠിക്കും. അയാൾ ഒരു അൾജീരിയൻ ഹിസ്റ്റോറിയനാണ്. അയാൾ പബ്ലിഷ് ചെയ്ത വർക്കാണ് റെച്ച്ഡ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് പബ്ലിഷ് ചെയ്ത തീയതിയാണ് ഇവിടെ ഞാൻ നെക്സ്റ്റ് എഴുതിയത്, 1967 എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ റുഡോൾഫോ സ്റ്റാവൻ ഹേഗനെ കുറിച്ച് പഠിക്കും. അദ്ദേഹം ഒരു മെക്സിക്കൻ ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം ഡീലൈറ്റൈസേഷന് വേണ്ടി കോൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ 1924 to 1993 ആണ് E.P. തോംസൻ്റെ ജീവിത കാലഘട്ടം. അപ്പോൾ അത് പഠിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയും പേരുകൾ നിങ്ങളിവിടെ ഇത് പഠിക്കുമ്പോൾ കാണുമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ്. കാരണം ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഇതിനെക്കാട്ടിയും ജസ്റ്റ് ഒന്ന് ഒരൊറ്റ ഇതിലാക്കുമ്പോൾ ഈസി ആവും വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഫ്രം ബിലോ റിസീവ്ഡ് എ ന്യൂ ഡൈനാമിസം ഫ്രം ദി വേരിയസ് സ്കോളേഴ്സ് ഓഫ് നോൺ യൂറോപ്യൻ കൺട്രീസ്, എസ്പെഷ്യലി ഫ്രം ദി ഇൻഡിപെൻഡൻറ്റ് എൽസ്വെയർ യൂറോപ്യൻ കോളനീസ് ഓഫ് ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക. അപ്പോൾ ഇവിടെ അതായത് നോൺ യൂറോപ്യൻ കൺട്രീസിൽ നിന്നും ഈ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഫ്രം ബിലോയിൽ നിന്ന് നല്ലൊരു പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത്. അതിനൊരു പുതിയൊരു ചലനാത്മക ആണ് കിട്ടിയിരിക്കുന്നത്. സോ നോൺ യൂറോപ്യൻ കൺട്രീസിൽ നിന്നും ഒരുപാട് വേരിയസ് സ്കോളേഴ്സിൽ നിന്നും നമുക്കൊരു പുതിയൊരു ഡൈനാമിസമാണ് കിട്ടിയിരിക്കുന്നത്. എസ്പെഷ്യലി ഫ്രം ദ ഇൻഡിപെൻഡൻറ്റ് യൂറോപ്യൻ കോളനീസ് ആയിട്ടുള്ള ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലുള്ള എന്താ പറയുക സ്കോളേഴ്സിൽ നിന്ന് നമുക്കൊരു നല്ലൊരു പ്രതികരണമാണ് ഹിസ്റ്ററി ഫ്രം ബിലോയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് വാസ് മോർ റാഡിക്കൽ ദാൻ ഓഫ് യൂറോപ്യൻ അപ്രോച്ച്. അതായത് യൂറോപ്യൻ അപ്രോച്ചിനെ കാട്ടിയും കുറച്ചും കൂടി ഫാസ്റ്റ്, കുറച്ചും കൂടി ഡിഫറെൻറ്റ് ആയിരുന്നു നമ്മുടെ നോൺ യൂറോപ്യൻ സ്കോളേഴ്സിൻ്റെ ഈ ഒരു സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഫ്രം ബിലോയിലുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ദീസ് ഹിസ്റ്റോറിയൻസ് യൂട്ടിലൈസ് ദിസ് അപ്രോച്ച് ടു സീക്ക് ദെയർ ഓൺ ഐഡൻറ്റിറ്റി ആൻഡ് ടു റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ എക്സിസ്റ്റിംഗ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ഓഫ് ദ കൊളോണിയലിസ്റ്റ് പവേഴ്സ്. അപ്പോൾ ഇത് അവർ ഓൾറെഡി കൊളോണൈസ്ഡ് ആയിട്ടുള്ള പീപ്പിൾസാണ്, റൈറ്റ്? യൂറോപ്യൻ കോളനിവൽക്കരണത്തിൻ്റെ ഇരകളായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ നോൺ യൂറോപ്യൻ ഉള്ള ഈ ഏഷ്യയിൽ, ആഫ്രിക്കയിൽ, ലാറ്റിൻ അമേരിക്കയിലൊക്കെ താമസിക്കുന്ന ആളുകളും സ്കോളേഴ്സൊക്കെ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കുറച്ചും കൂടി റാഡിക്കലായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്തത്. ഈ ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറഞ്ഞൊരു സംഭവം വന്നപ്പോൾ ഇവരത് കുറച്ചും കൂടി എന്താ പറയുക മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വെച്ചാൽ ഈ ഒരു സംഭവം അവരുടെ വ്യക്തിത്വം,
കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ചു. ടു സീക്ക് ദെയർ ഓൺ ഐഡൻറ്റിറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? ദേ ട്രൈ ടു റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ എക്സിസ്റ്റിംഗ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ഓഫ് ദ കൊളോണിസ്റ്റ് പവേഴ്സ്. ഇപ്പോൾ ഉള്ള ഒരു കൊളോണിയലിസ്റ്റ് പവേഴ്സിൻ്റെ ആ ഒരു നിലവിലുള്ള ആ ഒരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു? അതിനെതിരെ അവർ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത് കുറച്ചും കൂടി റാഡിക്കൽ ആവാൻ കാരണം. ഇൻഫാക്ട് ദിസ് ന്യൂ അപ്രോച്ച് പേവ്ഡ് വേ ഫോർ ദ പാരഡിമാറ്റിക് ചേഞ്ച് ഇൻ ദ വേക്ക് ഓഫ് പൊളിറ്റിക്കൽ ഡീകോളനൈസേഷൻ, റീഅസസ്മെൻറ്റ് ഓഫ് ദ നാഷണലിസ്റ്റ് ഇൻ്റർപ്രറ്റീവ് ഫ്രെയിംവർക്ക് ഇൻ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. പിന്നെ എന്താണ്, ഫ്രാൻസിസ് ഫെനോണിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു അൾജീരിയൻ ഹിസ്റ്റോറിയനാണ്. അദ്ദേഹമാണ് റച്ചഡ് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകം പബ്ലിഷ് ചെയ്തത് 1967. അത് വളരെയധികം എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്തൊരു പുസ്തകമാണ്. പിന്നെ ഒരു 1972 ഒരു പ്യൂട്ടോറിക്കൻ സ്കോളേഴ്സ് ആർഗ്യൂ ചെയ്തു, വാട്ട് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് ദി ഹിസ്റ്ററിലെസ് അനോമിയസ് പീപ്പിൾ ഹു ഇൻ ദർ കളക്റ്റീവ് ആക്ട്സ് ദ വർക്ക് ഡെയിലി ലീവ്സ് ആൻഡ് ഫെലോഷിപ്സ് ഹാവ് ഫോർജ്ഡ് അവർ സൊസൈറ്റി ത്രൂ സെഞ്ച്വറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതേസമയം തന്നെ ഡയേഴ്സ് സലീം സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസും ഈ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഇപ്പോൾ ഉള്ള ആ ഒരു ഇതിന് അവർ കാണിച്ചിട്ടുണ്ട്. അതായത് ലോകത്തിലുള്ള എല്ലാവരും ഇതിന് എതിരായി വന്നു, ഹിസ്റ്ററി ഫ്രം എബോവിൽ നിന്ന് എതിരായി വന്നവരാണ് പറയുന്നത്. പിന്നെ നമ്മുടെ റിഡോൾഫ് സ്റ്റീവൻ ഹേഗൻ എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ ഹിസ്റ്റോറിയൻസ് ഡീലൈറ്റൈസേഷൻ ഓഫ് ഹിസ്റ്ററിക്ക് വേണ്ടി അദ്ദേഹം കോൾ ഫോർ ചെയ്തു. പിന്നെന്താണ്, അങ്ങനെ ഒരുപാട് പേര് എന്ത് ചെയ്തു, ഇതിന് സപ്പോർട്ടായിട്ട് വന്നതാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഹിസ്റ്ററി ഫ്രം ബിലോയിലോട്ട്. ഓക്കെ, നെക്സ്റ്റ് E.P. തോംസൺ ആണ്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം പഠിക്കുക, എഡ്വാർഡ് പാൽമർ തോംസൺ. അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു, സോഷ്യൽ ഹിസ്റ്റോറിയൻ ആയിരുന്നു, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഒരു പീസിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ചെയ്യുന്ന ഒരാളായിരുന്നു, ആക്റ്റീവ് പീസ് ക്യാമ്പയിനർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ആരൊക്കെയായിരുന്നു? ഹിസ്റ്റോറിയൻ ആയിരുന്നു, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ പീസ് ക്യാമ്പയിനർ ആയിരുന്നു. പിന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ബെസ്റ്റ് നോൺ ആയിട്ട് അദ്ദേഹം അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ വർക്ക് ഓൺ ബ്രിട്ടീഷ് റേഡിയൽ മൂവ്മെൻറ്റ്സ് ഇൻ ദ ലേറ്റ് 18th ആൻഡ് ഏർലി 19th സെഞ്ച്വറി ഇൻ പെർട്ടിക്കുലർ. അപ്പോൾ അതിലായിരുന്നു അദ്ദേഹം ഫേമസ് ആവുന്നത്. അദ്ദേഹത്തിൻ്റെ ദ മേക്കിംഗ് ഓഫ് ദ ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ്, ഹിസ് വർക്ക്സ് have heavily influenced the historiography of the post-war period and provided a widespread renewal of the scholarly interest in the intricacies of the grassroots history narrated from below. അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് പോസ്റ്റ് വാർ പീരീഡിന് വളരെയധികം പോസ്റ്റ് വാർ കഴിഞ്ഞ ശേഷം വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. കാരണം അദ്ദേഹം ഒരു ഗ്രാസ് റൂട്ട് ഹിസ്റ്ററിയാണ് എപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതെപ്പോഴും എന്താണ്, ദാറ്റ് ഈസ് നറേറ്റഡ് ഫ്രം ബിലോ, ഹിസ്റ്ററി ഫ്രം ബിലോ എന്നാണ് പറയുന്നത്. His work has also helped for the growth of relatively new field of social history with a global impact, especially of Asia and Africa. അദ്ദേഹത്തിൻ്റെ വർക്ക് മൂലം പുതിയൊരു സോഷ്യൽ ഹിസ്റ്ററിൻ്റെ ഫീൽഡാണ് ഉയർന്നു വന്നത്. അത് ഒരുപാട് അതിന് ലോകത്തോട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റി, എസ്പെഷ്യലി ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ഇനി അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ദ മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു ഹിസ്റ്ററി ഫ്രം ബിലോയുടെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ പറയുക ദ മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ് ബൈ E.P. തോംസൺ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വർക്കിംഗ് പീപ്പിളിൻ്റെ ആ ഒരു ജീവിതം, ആ ഒരു കൾച്ചറാണ് ഇവിടെ കാണിക്കുന്നത്. സാധാരണ ഓർഡിനറി കൾച്ചർ ഓഫ് വർക്കിംഗ് പീപ്പിൾ. പണ്ടൊക്കെ ഇവരെ എല്ലാവരും ഇഗ്നോർ ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ആ സാധാരണക്കാരുടെ ജീവിതം എന്ത് ചെയ്യുന്നു, ഒരു നല്ലൊരു പുസ്തകമായിട്ട് അത് എഴുതി ആളുകളുടെ മുമ്പിൽ എത്തിക്കുന്നു. അതിനൊരുപാടധികം സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടുന്നു. സോ അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് എക്സ്പ്ലോർസ് ദ ഓർഡിനറി കൾച്ചർ ഓഫ് ദ വർക്കിംഗ് പീപ്പിൾ ത്രൂ ദെയർ പ്രീവിയസ്ലി ഇഗ്നോർഡ് ഡോക്യുമെൻ്ററി റിമൈൻഡ്സ്. ഇറ്റ് ഇസ് ദ ഇഗ്നോർഡ് ഓർ ഫോർഗോട്ടൻ ഹിസ്റ്ററി ഓഫ് ദ വർക്കിംഗ് ക്ലാസ്. അതായത് ഒന്നെങ്കിൽ ഇഗ്നോർഡ് ചെയ്ത ഒരു ഹിസ്റ്ററി ആയിരിക്കും, അല്ലെങ്കിൽ മറന്നുപോയൊരു ഹിസ്റ്ററി ആയിരിക്കും വർക്കിംഗ് ക്ലാസ്സിൻ്റെ. അവരുടെ കസ്റ്റംസ്, അവരുടെ റിച്വൽസ്, അവരുടെ പാട്ടുകൾ, അവരുടെ വിശ്വാസങ്ങൾ, ഓക്കെ, അവരുടെ വർക്കിംഗ് എക്സ്പീരിയൻസ് എല്ലാം എന്താണ് ഇതിൽ കാണിക്കുന്നത്, ഒരു സാധാരണക്കാരുടെ ചരിത്രം, സാധാരണക്കാരുടെ ജീവിതം. അതായത് എപ്പോഴൊക്കെ ഇവരുടെ ചരിത്രം മറന്നുപോയതോ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട ചരിത്രമോ അത് വീണ്ടും വീണ്ടും കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന് വേറൊരു എസ്സേ ആണ് ഹിസ്റ്ററി ഫ്രം ബിലോ. അദ്ദേഹം ടൈംസ് ലിറ്റററി സപ്ലിമെൻറ്റിൽ 1966 അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഹിസ് എസ്സേ ഹിസ്റ്ററി ഫ്രം ബിലോ ഇൻ ദ ടൈംസ് ലിറ്റററി സപ്ലിമെൻറ്റ് ഓഫ് 1966 ബ്രോട്ട് ദ ഫ്രേസ് ടു ദ ഫോർഫ്രണ്ട് ഓഫ് ഹിസ്റ്ററി ഇൻ ഡ്യൂ കോസ്. അവരെ സാധാരണക്കാരെ മുന്നിട്ട് കൊണ്ടുവരാൻ പറ്റി. ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് ടൈം വർക്ക് ഡിസിപ്ലിൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ. ഇറ്റ് ഈസ് എൻ അക്യുറേറ്റ് ആൻഡ് പ്രിസൈസ് റെക്കോർഡ് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് യൂസ് ഓഫ് ടൈം. അത് സമയം ഉപയോഗിക്കേണ്ട ഒരു റെക്കോർഡാണത്, എങ്ങനെ നമ്മൾ സമയം ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഹി സ്റ്റേറ്റ് ദാറ്റ് ടൈം വാസ് നോട്ട് കൺസിഡർഡ് എസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ബിഫോർ ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ദി ന്യൂ ടൈം ഇസ് ഇമ്പോസ് ബൈ ക്യാപിറ്റലിസ്റ്റ് ഇൻട്രസ്റ്റ് ആൻഡ് റീപ്ലേസ് ഏർലിയർ ടു കളക്ട്. അതായത് പണ്ട് റെവല്യൂഷൻ വരെ ടൈം എന്ന് പറയുന്ന ഒരു സംഭവം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എത്രമാത്രം ടൈം ആളുകളുടെ മനസ്സിൽ എത്തിച്ചു എന്നതാണ് ഈ ടൈം വർക്ക് ഡിസിപ്ലിൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം കാണിക്കുന്നത്.
എന്നത് വളരെയധികം അപ്രിസിയേഷൻ കിട്ടിയൊരു സംഭവമാണ് ജനങ്ങളുടെ, അതായത് അഗ്രീരിയൻ പീപ്പിളും ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഒക്കെ എക്സ്പീരിയൻസും കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ തോംസൺ ഒരു അക്കാഡമിക് ഔട്ട്സൈഡറായിട്ടാണ് കണക്കാക്കുന്നത്. അദ്ദേഹം ബ്രിട്ടീഷ് ന്യൂ ലെഫ്റ്റ് 1950s ബ്രിട്ടീഷ് ന്യൂ ലെഫ്റ്റ് കണ്ടുപിടിക്കാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ 1980s ഹി ബിക്കംസ് യൂറോപ്സ് മോസ്റ്റ് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ന്യൂക്ലിയർ ആക്ടിവിസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഹി സെറ്റ് അസൈഡ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ടെമ്പററിലി ആൻഡ് ലെറ്റ് ദ ഹിസ്റ്റോറിക്കൽ റിസർച്ചൊക്കെ മാറ്റി വെച്ചിട്ട് അദ്ദേഹം ഒരു ആൻറ്റി ന്യൂക്ലിയർ ആക്ടിവിറ്റീസൊക്കെ യൂറോപ്പിൽ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ് അദ്ദേഹം ഒരു പീസ് ക്യാമ്പയിനർ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ 1980s അദ്ദേഹം വളരെയധികം യൂറോപ്പിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ആൻറ്റി ന്യൂക്ലിയർ ആക്ടിവിസ്റ്റായി മാറിയിട്ടുണ്ട്. ഈ ഡേറ്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ 1950 അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ന്യൂ ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് ന്യൂ ലെഫ്റ്റിൻ്റെ അത് ഫൗണ്ട് ചെയ്യാൻ ഒരു ഫൗണ്ടിങ് മെമ്പറും കൂടിയായിരുന്നു. പിന്നെ 1966 അദ്ദേഹത്തിൻ്റെ ടൈംസ് ലിറ്റററി സപ്ലിമെൻ്റ് ഓഫ് 1966 അദ്ദേഹത്തിൻ്റെ എസ്സേ ആയിട്ടുള്ള ഹിസ്റ്ററി ഫ്രം ബിലോ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം 1924 to 1993 ആണ്. ഓക്കെ. He organized a campaign for nuclear disarmament and he traveled extensively, giving lectures and publishing several books on disarmament. അത് ഡിസാർം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഹിസ്റ്റോറിയനെ പുറമെ ഒരു നല്ലൊരു ആക്ടിവിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം. ഹിസ്റ്റോറിക്കൽ റിസർച്ചൊക്കെ ചെയ്യുന്നതിനുപരി ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ടൈമിന് എത്രമാത്രം അദ്ദേഹം ഇമ്പോർട്ടൻ്റ് കൊടുത്തു എന്നും, അതുപോലെ തന്നെ സാധാരണക്കാരുടെ ജീവിതത്തിന് അദ്ദേഹം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് കൊടുത്തു, അദ്ദേഹം എത്രമാത്രം ഇൻട്രസ്റ്റ് കാണിച്ചു, ഇതൊക്കെ എന്ത് ചെയ്യുന്നത് തോംസൺ എന്ന വ്യക്തിയിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ തോംസനെ കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ അദ്ദേഹം ഒരു ന്യൂക്ലിയർ ആക്ടിവിസ്റ്റ് ആണെന്ന് എഴുതണം. 1980s 1950s ബ്രിട്ടീഷ് ആ ഒരു ന്യൂ ലെഫ്റ്റ് ഫൗണ്ടിങ് മെമ്പറാണെന്ന് എഴുതണം. പിന്നെ അദ്ദേഹത്തിൻ്റെ 2 വർക്കിനെ പറ്റി പറയണം. ഒന്ന് മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ്സ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ദ ഹിസ്റ്ററി ഫ്രം ബിലോ. ദാറ്റ് അവരുടെ സാധാരണ ഒരു ഇംഗ്ലീഷ് പീപ്പിളിൻ്റെ അവരുടെ കസ്റ്റംസ്, അവരുടെ റിച്വൽസ്, ഏതോ ഒരു കാലത്ത് അവഗണിക്കപ്പെട്ട ഹിസ്റ്ററി അദ്ദേഹം മുന്നിട്ട് കൊണ്ടുവന്നു. പിന്നെ വേറൊരു വർക്കായ ടൈം വർക്ക് ഡിസിപ്ലിൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം, അതിൽ ടൈം എത്രമാത്രം ആളുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കൊണ്ടുവന്നു. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം എപ്പോഴാണ് അദ്ദേഹം ഹിസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ്റ്റോറിക്കൽ വർക്ക് ഓൺ ബ്രിട്ടീഷ് റേഡിയൽ മൂവ്മെൻറ്റ്സ് ഇൻ ദ ലേറ്റ്, ആ ഒരു ടൈമിൽ 18th 19th centuries അത്രയും ഫേമസ് ആയ ഒരാളാണെന്ന് പറയണം. പിന്നെ എത്രമാത്രം അദ്ദേഹത്തിന് ഗ്ലോബൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ ഇതൊക്കെ ആയിരിക്കണം എന്നാണ് ഇ പി തോംസൺ എന്ന വ്യക്തിയിലൂടെ നമ്മൾ പറയുമ്പോൾ. അദ്ദേഹം അമേരിക്കയിലൊക്കെ ഇത് ഹിസ്റ്ററി ഫ്രം ബിലോ പ്രൊമോട്ട് ചെയ്യാൻ അദ്ദേഹം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സോ ആ പോയിൻ്റൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഇ പി തോംസനെ കുറിച്ച് ഒരു എസ്സേ ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ.